നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ പാർട്ട് 1ൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. 7ാമത്തെ ചാപ്റ്ററാണ് ലാസ്റ്റ് വൺ. അപ്പോൾ ആ ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ വേണം കേട്ടോ. താങ്ക് യു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള യൂണിറ്റ് ഫ്രം ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി. ഫുഡ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഭക്ഷ്യോൽപാദനം മുതൽ ടു ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യ സുരക്ഷ വരെ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള യൂണിറ്റ്. ഇവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. ഇത് തൊട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒറിജിൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ ഉത്ഭവം. നൊമാഡിക് മാൻ ബിഗാൻ ഫാമിംഗ് അറൗണ്ട് 7000 BCE. നൊമാഡിക്, എന്താണ് നൊമാഡിക് മാൻ എന്ന് പറഞ്ഞാൽ? അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യനെയാണ് നൊമാഡിക് മാൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിഗാൻ, ആരംഭിച്ചു. എന്താ? ഫാമിംഗ്, കൃഷി ആരംഭിച്ചത് എന്ന് മുതലാ? അറൗണ്ട് 7000 BCE, 7000 BCE മുതലാണ് നൊമാഡിക് മാൻ കൃഷി ആരംഭിച്ചത്. ഹ്യൂമൻ സ്റ്റാർട്ടഡ് ഫാമിംഗ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഇൻ മെസപ്പൊട്ടോമിയ, തുർക്കി, ഈജിപ്ത്, വെസ്റ്റേൺ ഏഷ്യ ആൻഡ് യൂറോപ്പ്. മെസപ്പൊട്ടോമിയ, തുർക്കി, ഈജിപ്ത്, പിന്നെ വെസ്റ്റേൺ ഏഷ്യ, യൂറോപ്പ്, ഈ സ്ഥലങ്ങളിലൊക്കെ വിവിധ കാലങ്ങളിലായിട്ട് ഡിഫറെൻറ്റ് ടൈംസ് ആയിട്ട് മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അറൗണ്ട് 3000 BCE an agrarian culture developed in India along with the Indus Valley civilization. 3000 BCയിൽ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് വെച്ചാൽ സിന്ധു നദീതട നാഗരികതയോട്, സിവിലൈസേഷൻ എന്ന് വെച്ചാൽ നാഗരികത, നാഗരികതയോട് ചേർന്നാണ് അഗേറിയൻ കൾച്ചർ, അതായത് കാർഷിക സംസ്കാരം, അതിനെയാണ് നമ്മൾ അഗേറിയൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കാർഷിക സംസ്കാരം ഡെവലപ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ കാർഷിക സംസ്കാരം ഡെവലപ്പായത്, വളർന്നു വന്നത്. മനസ്സിലായോ? ഇനി cereals such as wheat, barley, etc. were cultivated in Mohenjo-daro and Harappa. ഈ cereals എന്ന് വെച്ചാൽ ധാന്യങ്ങൾ, അതായത് വീറ്റ്, ബാർലി, ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങളാണ് കൾട്ടിവേറ്റ് ചെയ്ത്. എവിടെയൊക്കെ? ഇൻ മോഹൻജൊദാരോ ആൻഡ് ഹാരപ്പ. മോഹൻജൊദാരോയിലും ഹാരപ്പയിലും ഈ വീറ്റ്, ബാർലി ഇവയൊക്കെയാണ്, എന്നീ cereals ധാന്യങ്ങളാണ് കൾട്ടിവേറ്റ് ചെയ്തത്. The twin cities situated along the banks of river Indus. ഈ രണ്ട് സിറ്റി, മോഹൻജൊദാരോയും ഹാരപ്പയും സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? along the banks of river Indus. സിന്ധു നദീതട തീരത്താണ്. ഇൻഡസ് നദീതീരത്താണ്. ഇൻഡസ് എന്ന് വെച്ചാൽ സിന്ധു ആണ് കേട്ടോ. സിന്ധു നദീതീരത്താണ് ഈ മോഹൻജൊദാരോയും ഹാരപ്പയും, അത് ട്വിൻ സിറ്റീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നിരുന്നത് ഇരട്ട നഗരങ്ങൾ എന്നാണ്, മോഹൻജൊദാരോ, ഹാരപ്പ. ഇനി അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ് മച്ച് ലേറ്റർ ഇൻ സൗത്ത് ഇന്ത്യ. എന്നാൽ ദക്ഷിണേന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ പിന്നെയും ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത്, അതായത് കൃഷി ആരംഭിച്ചത്. അപ്പോൾ ഇവിടെ കുറേ പോയിന്റ്സ് ഇങ്ങനെ വന്നിട്ടുണ്ട്. നൊമാഡിക് മാൻ ഫാമിംഗ് ആരംഭിച്ചത് എന്നായിരുന്നു? 7000 BCയിലായിരുന്നു നൊമാഡിക് മാൻ ഫാമിംഗ് ആരംഭിച്ചത്. ദെൻ മനുഷ്യൻ, അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യൻ ആരംഭിച്ചത് 7000 BCE. പിന്നെ എന്താണ്? മെസപ്പൊട്ടോമിയയിലും തുർക്കിയിലും ഈജിപ്തിലും വെസ്റ്റേൺ ഏഷ്യയിലും യൂറോപ്പിലൊക്കെ മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഇനി അഗേറിയൻ കൾച്ചർ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തത് എന്നായിരുന്നു? 3000 BCയിൽ. എന്തിനോടൊപ്പമായിരുന്നു? ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനോടൊപ്പം ഇന്ത്യയിൽ അഗേറിയൻ കൾച്ചർ അല്ലെങ്കിൽ കാർഷിക സംസ്കാരം ഡെവലപ്പ് ചെയ്തു എന്ന് അറൗണ്ട് 3000 BCE, 3000 BCയിൽ. ഇനി മോഹൻജൊദാരോയിലും ഹാരപ്പയും ഏത് നദീതീരത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്? ഇൻഡസ്, അലോങ് ദ ബാങ്ക്സ് ഓഫ് റിവർ ഇൻഡസ്. ഇൻഡസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സിന്ധു നദീതീരത്താണ് മോഹൻജൊദാരോയും ഹാരപ്പയും. ഇത് ഇവിടെ എന്തൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്തത്? ഈ മോഹൻജൊദാരോയിലും ഹാരപ്പയിലും കൾട്ടിവേറ്റ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? സെറിയൽസ് ആണ്. ഏതൊക്കെ സെറിയൽസാണ് കൾട്ടിവേറ്റ് ചെയ്തത്? വീറ്റ്, ബാർലി എന്നീ സെറിയൽസ് ആണ് കൾട്ടിവേറ്റ് ചെയ്തത്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് സൗത്ത് ഇന്ത്യയിൽ ഈ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് വെച്ചാൽ ഉപജീവന കൃഷി. ദിസ് ഈസ് ദ മെത്തേഡ് in which farmers produce and use only the products required for their sustenance. അതായത്
ഇതൊരു മെത്തേഡാണ് ഇൻ വിച്ച് ഇവിടെ ഫാർമേഴ്സ് കൃഷിക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് യൂസ് ഉപയോഗിക്കുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു, ഉപയോഗിക്കുന്നു ഓൺലി ദ പ്രോഡക്ട്സ് റിക്വയർഡ് ഫോർ ദെയർ സസ്റ്റനൻസ്, അവരുടെ ഉപജീവനത്തിന്, സസ്റ്റനൻസിന്, അതായത് ഈ ഫാർമേഴ്സ് ആരാണോ ഈ സാധനം ഉൽപ്പാദിപ്പിക്കുന്നത്, കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണോ അവർക്ക് ആവശ്യമുള്ളത് മാത്രം ഉൽപ്പാദിപ്പിച്ച് അത് അവർ ഉപയോഗിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് ഈസ് ദ മെത്തേഡ്, ഇതൊരു മെത്തേഡാണ് ഇൻ വിച്ച് ദ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് യൂസ് ഉപയോഗിക്കുന്നു ഓൺലി ദ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു റിക്വയർഡ് ഫോർ ദെയർ സസ്റ്റനൻസ്, അവരുടെ ഉപജീവനത്തിന്, റിക്വയർഡ് ആവശ്യമായിട്ടുള്ളത്, അവർക്ക് ഉപജീവനത്തിന് ആവശ്യമായിട്ടുള്ള, സസ്റ്റനൻസിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം ഉൽപ്പാദിപ്പിക്കുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും അത് യൂസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്സിസ്റ്റൻസ് ഫാമിംഗ് അല്ലെങ്കിൽ ഉപജീവന കൃഷി എന്ന് പറയുന്നത്. Obtaining profit is not the primary objective of this method. ലാഭം നേടുക എന്നത് ഈ ഒരു കൃഷി രീതിയുടെ ഒരു ലക്ഷ്യമല്ല, പ്രൈമറി ഒബ്ജക്റ്റീവ്, പ്രാഥമിക ലക്ഷ്യമല്ല. അപ്പോൾ ചില ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഉള്ള കൃഷിക്കാരുടെ വളരെ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്ന അവരുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ ലാഭം നേടുക, അല്ലേ? അത് മാത്രമല്ല, ഒബ്റ്റെയിനിങ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ ഉപജീവന കൃഷിക്ക് അല്ലെങ്കിൽ സബ്സിസ്റ്റൻസ് ഫാമിങ്ങിൽ എന്താണ്, ഒബ്റ്റെയിനിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ല. പിന്നെ however in some circumstances the surplus agricultural products are sold to fulfill other needs. എന്നാൽ ചില സാഹചര്യങ്ങളിൽ in some circumstances ചില സാഹചര്യങ്ങളിൽ the surplus agricultural products, എന്താണ് സർപ്ലസ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ? അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ കാർഷിക ഉൽപ്പന്നങ്ങൾ, സർപ്ലസ് എന്ന് പറഞ്ഞാൽ മിച്ചം വരുന്ന, അപ്പം മിച്ചം വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ, അതാണ് സർപ്ലസ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആർ സോൾഡ്, എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. എന്തിനാണ്? ടു ഫുൾഫിൽ അതർ നീഡ്സ്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട്. മറ്റു അതർ നീഡ്സ് എന്ന് വെച്ചാൽ മറ്റു ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ, നിറവേറ്റുന്നതിനായിട്ട് എന്ത് ചെയ്യുന്നു, സർപ്ലസ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ചില സാഹചര്യങ്ങളിൽ സോൾഡ് ചെയ്യുന്നു, വിൽക്കുന്നു. ട്രഡീഷണൽ അഗ്രികൾച്ചറൽ ടൂൾസ് ആർ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ദിസ് ഫാമിംഗ്. ഈ ഫാമിങ്ങിൽ ട്രഡീഷണൽ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ടൂൾസ്, അതായത് പരമ്പരാഗതമായിട്ടുള്ള കാർഷിക ഉപകരണങ്ങളാണ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത്, കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഫാമിങ്ങിൽ. ഏത് ഫാമിങ്ങിൽ? സബ്സിസ്റ്റൻസ് ഫാമിംഗ്, ഉപജീവന കൃഷി. മനസ്സിലായോ ഉപജീവന കൃഷിയുടെ പ്രത്യേകതകൾ? അത് ഉപജീവന കൃഷിയെക്കുറിച്ച് പിന്നെ എഴുതാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? This is the method in which farmers produce and use only the products required for their sustenance. അതായത് കൃഷിക്കാർ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഒബ്റ്റെയിനിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ല ഈ ഒരു മെത്തേഡിൽ. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ചില സാഹചര്യങ്ങളിൽ ഇൻ സം സർക്കംസ്റ്റാൻസസ് ഈ സർപ്ലസ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, മിച്ചം വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവരെന്ത് ചെയ്യുന്നു, സോൾഡ്, വിൽക്കുന്നു. എന്തിനാണ്? ടു ഫുൾഫിൽ അതർ നീഡ്സ്, മറ്റെന്തെങ്കിലും ആവശ്യം അവർക്കുണ്ട്, കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട്, എന്തെങ്കിലും കാരണം വന്നു, ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, അപ്പോൾ അവർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള കാശില്ല, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, കുറച്ച് കാശ് വേണം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരുടെ കയ്യിൽ പിന്നെ നേരത്തെ വിളവെടുത്ത കുറച്ച് കപ്പ ഇരിപ്പുണ്ട്, അപ്പോൾ ആ കപ്പ അവർ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നു, അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് അവർ ഹോസ്പിറ്റലിൽ പോകുന്നു. അതാണ് മറ്റ് നീഡ്സ്, അതർ നീഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള മറ്റുള്ള നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സർപ്ലസ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. ഇനി വേറൊരു പോയിന്റ് എന്താണ്, ട്രഡീഷണൽ അഗ്രികൾച്ചർ ടൂൾസ് ആർ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ദിസ് ഫാമിംഗ്. ഈ ഫാമിങ്ങിൽ ട്രഡീഷണൽ ആയിട്ടുള്ള അഗ്രികൾച്ചർ ടൂൾസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്, അതായത് യന്ത്രോപകരണങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അടുത്ത ഫാമിംഗ് എന്താണ്, മിക്സഡ് ഫാമിംഗ്, സമ്മിശ്ര കൃഷി. എന്താണ് മിക്സഡ് ഫാമിംഗ് എന്ന് വെച്ചാൽ? സമ്മിശ്ര കൃഷി. Mixed farming is the simultaneous cultivation of more than one crop in a given plot of land. Mixed farming is the simultaneous cultivation. Simultaneous ആയിട്ട്, അതായത് ഒരേ സമയം more than one crop, ഒന്നിൽ കൂടുതൽ
വിളകൾ തന്നിട്ടുള്ള ആ ഒരു ലാൻഡിൽ കൃഷി ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൃഷിയിടത്തിൽ ഒരേ സമയം തന്നെ ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യും, അതിനെയാണ് നമ്മൾ മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗർ കണ്ടോ നിങ്ങൾ, ഫിഗർ 7.2 ഇവിടെ എന്തെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് അല്ലേ, വാഴയുണ്ട്, പിന്നെ എന്തൊക്കെയോ കൃഷി ചെയ്തിട്ടുണ്ട്, എല്ലാം പല പല കൃഷികളാണ് ചെയ്തേക്കുന്നത് അല്ലേ, പല ഐറ്റംസ് ആണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. എലോങ് വിത്ത് ദിസ്, ഇതിനോടൊപ്പം തന്നെ ലൈഫ് സ്റ്റോക്ക് റിയറിങ്. എന്താണ് ലൈഫ് സ്റ്റോക്ക് റിയറിങ്? കന്നുകാലി വളർത്തൽ. പോൾട്രി ഫാമിംഗ്, കോഴി വളർത്തൽ. ഫിഷ് ഫാമിംഗ്, മീൻ വളർത്തൽ, എക്സെട്ര ക്യാൻ ആൾസോ ബി കമ്പയർഡ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ലൈഫ് സ്റ്റോക്ക് റിയറിങ്ങും പോൾട്രി ഫാമിങ്ങും ഫിഷ് ഫാമിങ്ങും ഒക്കെ നടത്തുന്നുണ്ട്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദിസ് ഫോം ഓഫ് ഫാമിംഗ്? ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഇവിടെ താഴെ പറഞ്ഞിട്ടുള്ളത്, ബുള്ളറ്റിനിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ലൈഫ് സ്റ്റോക്ക് ഫീഡ് കംസ് ഫ്രം അഗ്രികൾച്ചർ. കന്നുകാലികളുണ്ട്, ലൈഫ് സ്റ്റോക്കിന് വേണ്ടിയിട്ടുള്ള ഈ ഫീഡ് എന്ന് വെച്ചാൽ അതിൻ്റെ തീറ്റ കംസ് ഫ്രം, കിട്ടുന്നു എവിടെ നിന്ന്? ഫ്രം അഗ്രികൾച്ചർ, കൃഷിയിൽ നിന്ന് ലഭിക്കുന്നു. ലൈഫ് സ്റ്റോക്ക് ഫീഡ്, കന്നുകാലികൾക്കുള്ള ഫീഡ്, തീറ്റ കംസ്, വരുന്നു എവിടെ നിന്ന്? ഫ്രം അഗ്രികൾച്ചറിൽ നിന്ന് അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന്. രണ്ടാമത്തത്, മാനോ റിക്വയർഡ് ഫോർ അഗ്രികൾച്ചർ ഈസ് ആൾസോ ഒബ്റ്റെയിൻഡ് ഫ്രം ലൈഫ് സ്റ്റോക്ക്. അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള മാനുവർ, വളം ഉണ്ടല്ലോ, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളം ഈസ് ആൾസോ ഒബ്റ്റെയിൻഡ്, കിട്ടുന്നു ഫ്രം ലൈഫ് സ്റ്റോക്ക്, ഈ പറയുന്ന കന്നുകാലികളിൽ നിന്ന് എന്താണ്, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മാനുവർ, വളം ലഭിക്കുന്നു. മനസ്സിലായോ? അതായത് ഈ കന്നുകാലികളുടെ കാഷ്ടമൊക്കെ ഉണ്ടല്ലോ, അത് കൊണ്ടുവന്ന് നമ്മൾ കൃഷിയിലിട്ട് കഴിഞ്ഞാൽ അതൊക്കെ അതിനൊരു വളമാകുന്നു. ഇനി ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി റിലേറ്റീവ്ലി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വിൽ ബി റിലേറ്റീവ്ലി ലോ, വളരെ കുറവായിരിക്കും. പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറവായിരിക്കും. ഇനി ഇവിടെ 2 ബുള്ളറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ബാക്കി എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് എഴുതി പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കിയാലോ. ഒന്നാമത്തത്, മിക്സഡ് ഫാമിംഗ് ക്യാൻ ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ലാൻഡ്. ആ ലാൻഡ് ഉണ്ടല്ലോ, ആ ലാൻഡിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ആവുന്നു. അതായത് കൂടുതൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ലാൻഡ് ഇപ്പോൾ കുറച്ച് സ്ഥലമേ ഉള്ളുമായിരിക്കും, പക്ഷേ അവിടെ നിന്ന് നമുക്ക് മാക്സിമം ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് മിക്സഡ് ഫാമിംഗ് ക്യാൻ ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ലാൻഡ്. ലാൻഡിൻ്റെ പ്രൊഡക്ടിവിറ്റി, ലാൻഡിൻ്റെ ഉൽപ്പാദനക്ഷമതയെ ഇംപ്രൂവ് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. അടുത്തത്, മിക്സഡ് ഫാമിംഗ് ക്യാൻ പ്രൊവൈഡ് ഗ്രേറ്റർ ബയോഡൈവേഴ്സിറ്റി. ഇവിടെ പല സ്ഥലത്ത് പലതരത്തിലുള്ള കൃഷിയല്ലേ ചെയ്യുന്നത്, അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രേറ്റർ ബയോഡൈവേഴ്സിറ്റി, വളരെ വലിയ രീതിയിലുള്ള ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. ഏത്? മിക്സഡ് ഫാമിംഗ്. അടുത്തത്, മിക്സഡ് ഫാമിംഗ് ക്യാൻ ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി. നമ്മുടെ പ്രോഫിറ്റ് നേടാനുള്ള ആ ഒരു എബിലിറ്റി അല്ലേ, ലാഭം നേടാനുള്ള കഴിവ് മിക്സഡ് ഫാമിംഗ് ഇൻക്രീസ് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. പ്രോഫിറ്റബിലിറ്റി മിക്സഡ് ഫാമിംഗ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. ഇത്രയാണ് ഒരു 3 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 പോയിന്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അവിടെ ഫില്ല് ചെയ്യാം കേട്ടോ. അടുത്ത ക്രോപ്പ് ഏതാണ്? കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ്. പ്ലാന്റേഷൻ ക്രോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പ്ലാന്റേഷൻ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ തോട്ടവിള കൃഷി. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതാണ്? പ്ലാന്റേഷൻ ക്രോപ്പ്, തോട്ടവിള കൃഷിയെക്കുറിച്ച്. വിത്ത് ദ അറൈവൽ ഓഫ് ദ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ദ ഫാർമേഴ്സ് ഹു ട്രഡീഷണലി കൾട്ടിവേറ്റഡ് പാഡി ആൻഡ് അതർ ഫുഡ് ക്രോപ്സ് സ്റ്റാർട്ടഡ് കൾട്ടിവേറ്റിംഗ് പ്ലാന്റേഷൻ ക്രോപ്സ് ലൈക്ക് ടീ, കോഫി, ക്ലോവ്സ്, കാർഡമം ആൻഡ് പേപ്പർ ഇൻ ലാർജ് ഏരിയാസ്. അതായത് ഈ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി എന്താണ്, ട്രഡീഷണലായിട്ട്, അതായത് പരമ്പരാഗത രീതിയിൽ പാഡി, നെല്ല്, അതുപോലെ തന്നെ മറ്റ് ഭക്ഷ്യവിളകൾ ഒക്കെ കൃഷി ചെയ്തിരുന്ന കർഷകർ എന്ത് ചെയ്തു? ആരംഭിച്ചു കൾട്ടിവേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. എന്ത് കൾട്ടിവേറ്റ് ചെയ്യാൻ? പ്ലാന്റേഷൻ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. എന്താണ് ഈ പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ? അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ടീ, കോഫി, ടീ നമ്മുടെ തേയില, കോഫി കാപ്പി, ക്ലൗസ് നമ്മുടെ ഗ്രാമ്പുവിനെയാണ് ക്ലോവ്സ് എന്ന് പറയുന്നത്. പിന്നെ കാർഡമം അറിയാലോ, ഏലം. പിന്നെ പെപ്പർ കുരുമുളക്,
ഇതൊക്കെ ഇൻ ലാർജ് ഏരിയാസ്, വളരെ വലിയ വലിയ ഏരിയയിൽ, വിശാലമായിട്ടുള്ള പ്രദേശത്ത്. അപ്പോൾ സാധാരണ നെല്ലും മറ്റ് ഫുഡ് ക്രോപ്സും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി അവർ ഈ ഫുഡ് ക്രോപ്സിനെ എൻകറേജ് ചെയ്തില്ല. ഫുഡ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ അവർ പ്രോത്സാഹിപ്പിച്ചില്ല. അവരെന്താ പ്രോത്സാഹിപ്പിച്ചത്? പ്ലാന്റേഷൻ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാനാണ് പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ പ്ലാന്റേഷൻ ക്രോപ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് അറിയാലോ. ഏതൊക്കെയാണ്? ടീ, കോഫി, ക്ലോവ്സ്, കാർഡമം, പേപ്പർ, ഇതൊക്കെ. അതും വളരെ വലിയ ഏരിയയിൽ, ലാർജ് ഏരിയയിൽ ഈ പ്ലാന്റേഷൻ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ ആ കർഷകരെ പ്രേരിപ്പിച്ചു എന്നാണ് ആ ഒന്നാമത്തെ സെന്റൻസിൽ പറയുന്നത്. In the wake of the Industrial Revolution, European countries, including Britain, were in need of large quantity of agricultural raw materials. In the work of Industrial Revolution, Industrial Revolutionൻ്റെ ഉണർവോട് കൂടി അല്ലെങ്കിൽ ആരംഭത്തോടു കൂടി, വർക്ക് എന്ന് പറഞ്ഞാൽ ആരംഭത്തോടു കൂടി എന്നുള്ള മീനിങ്ങിൽ എടുക്കുക. ഇൻ ദ വർക്ക് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് വെച്ചാൽ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ആരംഭത്തോടു കൂടി യൂറോപ്യൻ കൺട്രീസ്, യൂറോപ്യൻ രാജ്യങ്ങൾ, ഇൻക്ലൂഡിങ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വെർ ഇൻ നീഡ് ഓഫ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസ്, ആവശ്യമായി വന്നു. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവത്തിൻ്റെ ആരംഭത്തോടു കൂടി ആവശ്യമായി വന്നു. എന്താവശ്യമായി വന്നു? ലാർജ് ക്വാണ്ടിറ്റി ഓഫ് അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസ്, ലാർജ് ക്വാണ്ടിറ്റിയിൽ, വളരെ വലിയ അളവിൽ അഗ്രികൾച്ചറൽ, കാർഷിക റോ മെറ്റീരിയൽസ്, കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായി വന്നു. ആർക്ക്? ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ കൺട്രീസിന്. എന്തോടുകൂടി? ഇൻഡസ്ട്രിയൽ റവല്യൂഷനോട് കൂടി, വ്യാവസായിക വിപ്ലവത്തോടു കൂടി. ഫോർ ദിസ്, ഇതിന് വേണ്ടിയിട്ട് ദേ പ്രൊമോട്ടഡ്, അവരെന്ത് ചെയ്തു? അവർ പ്രൊമോട്ട് ചെയ്തു. എന്ത് പ്രൊമോട്ട് ചെയ്തു? പ്ലാന്റേഷൻ ക്രോപ്സ് ഇൻ ദ കൊളോണിയൽ കൺട്രീസ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദി 19th century. 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടു കൂടി അവർ ഈ കൊളോണിയൽ കൺട്രീസിൽ ഈ പ്ലാന്റേഷൻ ക്രോപ്സ് പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി. പ്ലാന്റേഷൻ ക്രോപ്സ് ഇൻ ദ കൊളോണിയൽ കൺട്രീസിലെ പ്ലാന്റേഷൻ ക്രോപ്സ് പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി. ഏത് നൂറ്റാണ്ടിലാണ്? 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തോടു കൂടി. ഇനി ലോങ് ടേം ഇൻകം ആൻഡ് റിലേറ്റീവ്ലി ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഫാമിംഗ് മെത്തേഡ്. ഈ ഫാമിംഗ് മെത്തേഡിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ലോങ് ടേം ഇൻകം, കൂടുതൽ കാലം, ദീർഘകാലം ഇൻകം ലഭിക്കും. ലോങ് ടേം ഇൻകം, ദീർഘകാലത്തിൽ നമുക്ക് ഇൻകം ലഭിക്കും, വരുമാനം ലഭിക്കും. ആൻഡ് റിലേറ്റീവ്ലി ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, എന്നാൽ പ്രൊഡക്ഷന് കോസ്റ്റ് കുറവാണ്. പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്പാദന ചെലവ് വളരെ കുറവും ഇൻകം ലോങ് ടേമിലേക്ക് ലഭിക്കും. അതാണ് ഈ പ്ലാന്റേഷൻ ക്രോപ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഫാമിംഗ് മെത്തേഡ്. ഈ ഫാമിംഗ് മെത്തേഡിൻ്റെ, പ്ലാന്റേഷൻ ക്രോപ്സിൻ്റെ ഫാമിംഗ് മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ലോങ് ടേം ഇൻകം, ദീർഘകാലം നമുക്ക് ഇൻകം ലഭിക്കും. ആൻഡ് റിലേറ്റീവ്ലി ലോ കോസ്റ്റ്, മാത്രമല്ല ഉൽപ്പാദനത്തിന് ലോ കോസ്റ്റാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലോ ആണ്. ഇത് രണ്ടുമാണ് പ്ലാന്റേഷൻ ക്രോപ്സിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ പ്ലാന്റേഷൻ ക്രോപ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ താഴെ ഒരു ടേബിൾ ഉണ്ട്, അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് പറഞ്ഞു വന്നതിന് ശേഷം ലാസ്റ്റാണ് നമുക്ക് ആ ടേബിളൊക്കെ ഫില്ല് ചെയ്യാം കേട്ടോ. നോക്കിയോ, അടുത്ത കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്സ്യൽ ക്രോപ്സ്. എന്താണ് കൊമേഴ്സ്യൽ ക്രോപ്സ് എന്ന് വെച്ചാൽ? വാണിജ്യവിളയുടെ കൃഷി, അതാണ് കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്സ്യൽ ക്രോപ്സ്. Cultivation of commercial crops is the large-scale production of agricultural products on commercial basis. ഈ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, കാർഷിക ഉൽപ്പന്നങ്ങൾ കൊമേഴ്സ്യൽ ബേസിസിൽ, വാണിജ്യ അടിസ്ഥാനത്തിൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്സ്യൽ ക്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്സ്യൽ ക്രോപ്പ് എന്ന് പറയുന്നത് ഇസ് ദ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. അതൊരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനാണ്, വൻതോതിലുള്ള ഉൽപ്പാദനമാണ്. എന്താണ്? ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, കാർഷിക ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഓൺ കൊമേഴ്സ്യൽ ബേസിസ്, എങ്ങനെയാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്? വാണിജ്യ അടിസ്ഥാനത്തിൽ, കൊമേഴ്സ്യൽ ബേസിസിൽ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്സ്യൽ ക്രോപ്സ് എന്ന് പറയുന്നത്. ദ റോൾ ഓഫ് കൊമേഴ്സ്യൽ ക്രോപ്പ് ഫാമിംഗ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഇൻ പ്രൊവൈഡിങ് അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസ് ടു ഇൻഡസ്ട്രീസ്. റോൾ ഓഫ് കൊമേഴ്സ്യൽ ക്രോപ്പിൻ്റെ പങ്ക്, റോൾ എന്ന് പറയുന്നത് ഈസ്
ക്രോപ്പ് ഫാമിംഗ്, കൊമേഴ്സ്യൽ ക്രോപ്പ് ഫാമിങ്ങിൻ്റെ റോൾ എന്ന് പറയുന്നത് ഈ സിഗ്നിഫിക്കൻറ്റ്, വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതിൽ? ഇൻ പ്രൊവൈഡിങ് അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസ്. അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ കൊമേഴ്സ്യൽ ക്രോപ്പ് ഫാമിങ്ങിൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസ് എങ്ങോട്ട്? ടു ഇൻഡസ്ട്രീസ്. അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കാർഷിക അസംസ്കൃത വസ്തുക്കൾ. അപ്പോൾ അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസ്, കാർഷിക അസംസ്കൃത വസ്തുക്കൾ ഇൻഡസ്ട്രീസിന് കൊടുക്കുന്നതിൽ, പ്രൊവൈഡ് ചെയ്യുന്നതിൽ കൊമേഴ്സ്യൽ ക്രോപ്പ് ഫാമിങ്ങിൻ്റെ റോൾ എന്ന് പറയുന്നത് ഈ സിഗ്നിഫിക്കൻറ്റ്, വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ആ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ദ റോൾ ഓഫ് കൊമേഴ്സ്യൽ ക്രോപ്പ് ഫാമിംഗ്, കൊമേഴ്സ്യൽ ക്രോപ്പ് വാണിജ്യ വിള കൃഷിയുടെ റോൾ, പങ്കെന്ന് പറയുന്നത് ഈസ് സിഗ്നിഫിക്കൻറ്റ്, വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്, വളരെ പ്രധാനമാണ്. ഇൻ പ്രൊവൈഡിങ്, നൽകുന്നതിൽ, എന്ത് നൽകുന്നതിൽ? അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസ്, അഗ്രികൾച്ചറൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ, അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസ് എങ്ങോട്ട്? ടു ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങളിലോട്ട് അഗ്രികൾച്ചർ റോ മെറ്റീരിയൽസ് നൽകുന്ന പങ്ക് വളരെ വലുതാണ്. ഏതിൻ്റെ? കൊമേഴ്സ്യൽ ക്രോപ്പ് ഫാമിങ്ങിൻ്റെ. മനസ്സിലായല്ലോ? ഇനി ഇറ്റ് ആൾസോ റിക്വയർസ് ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിന് ആവശ്യമാണ്. ഇറ്റ് ആൾസോ റിക്വയർസ്, ഇതിന് ആവശ്യമാണ്. എന്തൊക്കെ ആവശ്യമാണ്? ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, വളരെ ഉയർന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഉയർന്ന മൂലധന നിക്ഷേപം ഇതിനാവശ്യമാണ്. ആൻഡ് ദ യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി, പിന്നെ മോഡേൺ ടെക്നോളജിയുടെ ഉപയോഗം ഇതിനാവശ്യമാണ്. ഏതിനാണ്? കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്സ്യൽ ക്രോപ്പിന്. ഇനി റബ്ബർ, ഷുഗർ കെയിൻ, കോട്ടൺ, ജൂട്ട് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് കൊമേഴ്സ്യൽ ക്രോപ്പ്. കൊമേഴ്സ്യൽ ക്രോപ്പിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? റബ്ബർ. ഇത് ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. ഏതൊക്കെ ക്രോപ്സ് ഏതിലൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മാറിപ്പോകരുത് കേട്ടോ. റബ്ബർ, ഷുഗർ കെയിൻ, ജൂട്ട്, കോട്ടൺ, ഇതൊക്കെയാണ് കൊമേഴ്സ്യൽ ക്രോപ്പ്, വാണിജ്യ വിള കൃഷിക്ക് എക്സാമ്പിൾസ്. ഏതൊക്കെയാണ്? റബ്ബർ, ഷുഗർ കെയിൻ അറിയാലോ, കരിമ്പ്, കോട്ടൺ, പരുത്തി, ജൂട്ട്, ചണം, ഇതൊക്കെയാണ് ആ കൊമേഴ്സ്യൽ ക്രോപ്പിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കൊമേഴ്സ്യൽ ക്രോപ്പ്. Now that you have learned about the different types of farming methods in our country, നമ്മുടെ രാജ്യത്തുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ് മെത്തേഡ്സ് ആണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. എക്സ്പാൻഡ് ദ ബിലോ ലിസ്റ്റ് ബൈ ആഡിങ് മോർ ഫീച്ചേഴ്സ്. മോർ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് നമ്മൾ താഴെ പറയുന്ന ലിസ്റ്റ് വിപുലീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ് മെത്തേഡ്സ് ഇൻ അവർ കൺട്രി? നമ്മുടെ രാജ്യത്തെ ഡിഫറെൻറ്റ് ഫാമിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? നമ്മുടെ രാജ്യത്തെ ഡിഫറെൻറ്റ് ഫാമിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സബ്സിസ്റ്റൻസ് ഫാമിംഗ്, മിക്സഡ് ഫാമിംഗ്, കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ്, കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്സ്യൽ ക്രോപ്സ് എന്നിങ്ങനെ 4 ടൈപ്പ് ഫാമിംഗ് മെത്തേഡ്സ് ആണ് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത്. ഓക്കെ ആണല്ലോ? അത് ഓരോന്നും എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഈ തന്നിട്ടുള്ള ടേബിളിൽ പറഞ്ഞിട്ടുള്ള ഓരോ ഫാമിംഗ് മെത്തേഡ്സിൻ്റെയും പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പുതിയ പോയിൻറ്റ്സ് ആഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാലോ? ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് സബ്സിസ്റ്റൻസ് ഫാമിംഗ്, ഉപജീവന കൃഷി. പ്രൊഡക്ഷൻ ഫോർ ഓൺ കൺസംപ്ഷൻ, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രൊഡക്ഷൻ, ഉൽപ്പാദിപ്പിക്കുന്നു. എന്തിനാണ്? ഫോർ ഓൺ കൺസംപ്ഷൻ, ഓൺ സ്വന്തമായിട്ടുള്ള കൺസംപ്ഷന്, സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? കൾട്ടിവേഷൻ ഈസ് പോസിബിൾ ഈവൻ ഇൻ സ്മാൾ പ്ലോട്ട് ഓഫ് ലാൻഡ്. വളരെ ചെറിയ ഒരു ലാൻഡ് പ്ലോട്ട് ആണെങ്കിൽ കൂടി നമുക്ക് കൾട്ടിവേഷൻ പോസിബിൾ ആണ്. വളരെ ചെറിയ ഒരു കൃഷിഭൂമി ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ? കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. കൾട്ടിവേഷൻ ഈസ് പോസിബിൾ, കൾട്ടിവേഷൻ കൃഷി പോസിബിൾ ആണ് ഈവൻ ഇൻ സ്മോൾ പ്ലോട്ട് ഓഫ് ലാൻഡ്, വളരെ ചെറിയ പ്ലോട്ട് ഓഫ് ലാൻഡ് ആണെങ്കിൽ കൂടി കൾട്ടിവേഷൻ പോസിബിൾ ആണ്. ഇനി നമുക്കിവിടെ 2 പോയിൻറ്റ്സ് പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ട്രഡീഷണൽ അഗ്രികൾച്ചറൽ ടൂൾസ് ആർ മോസ്റ്റ്ലി യൂസ്ഡ്. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള, പരമ്പരാഗതമായിട്ടുള്ള അഗ്രികൾച്ചറൽ ടൂൾസ്, കാർഷിക ഉപകരണങ്ങളാണ് മോസ്റ്റ്ലി, ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത്, കൂടുതലും ഉപയോഗിക്കുന്നത്. മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ടൂൾസ് ആണ്. അത് ഒന്നാമത്തെ പോയിന്റ്. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, ഒബ്റ്റൈനിങ് പ്രോഫിറ്റ് ഈസ് നോട്ട് ദ പ്രൈമറി ഒബ്ജക്റ്റീവ്. അതായത് പ്രോഫിറ്റ് ഒബ്റ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുക, ലാഭം നേടുക എന്നുള്ളത് പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ല, പ്രാഥമിക ലക്ഷ്യത്തിൽ പെടുന്നില്ല. പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ പ്രാഥമിക ലക്ഷ്യം.
അല്ല. ഈസ് നോട്ട് ദ പ്രൈമറി ഒബ്ജക്റ്റീവ്. പ്രാഥമിക ലക്ഷ്യമല്ല. എന്ത്? ഒബ്റ്റൈനിങ് പ്രോഫിറ്റ് ഒബ്റ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ലാഭം നേടുക എന്നുള്ളത് ഈസ് നോട്ട് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ല. അവർക്ക് അന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ഓൺ കൺസപ്ഷന് വേണ്ടിയിട്ട് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലാതെ പ്രോഫിറ്റ് ഒരു ലക്ഷ്യമേ അല്ല. മനസ്സിലായല്ലോ? 2 പോയിന്റ് ആഡ് ചെയ്യാൻ പറഞ്ഞു, 2 പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മിക്സഡ് ഫാമിംഗ്, സമ്മിശ്ര കൃഷി. അവിടെ എന്താണ്? ആ പേരിൽ നിന്ന് തന്നെ അറിയാം, പല ടൈപ്പ് കൃഷി നമ്മൾ ചെയ്യുന്നുണ്ട് അവിടെ സമ്മിശ്ര കൃഷിയിൽ അല്ലെങ്കിൽ മിക്സഡ് ഫാമിങ്ങിൽ. പിന്നെ ലൈവ് സ്റ്റോക്ക്, കന്നുകാലി വളർത്തൽ, പിന്നെ പൗൾട്രി ഫാമിംഗ്, കോഴി വളർത്തൽ, ഫിഷ് ഫാമിംഗ്, മത്സ്യ കൃഷി, ഇതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത നോക്കിയോളൂ. ദ സെയിം ഫെർട്ടിലൈസർ ക്യാൻ ബി യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ ക്രോപ്സ് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ മൾട്ടിപ്പിൾ ക്രോപ്സിന് ഒരേ വളം തന്നെ നമുക്ക് ഉപയോഗിക്കാം. സെയിം ഫെർട്ടിലൈസർ, ഒരേ ഫെർട്ടിലൈസർ തന്നെ, ഒരേ വളം തന്നെ യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ ക്രോപ്സിന് വ്യത്യസ്ത വിളകൾക്ക് ഒരേ വളം തന്നെ നമുക്ക് ഉപയോഗിക്കാം. അത് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. അടുത്തത് ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇവിടെ വളരെ കുറവാണ്. ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് എങ്ങനെയാണ്? വളരെ കുറവാണ്. അപ്പോൾ അത് രണ്ടാമത്തെ ഫീച്ചർ. ഇനി 2 ഫീച്ചർ നമുക്ക് ആഡ് ചെയ്യണം. ഏതൊക്കെയാ? ലൈവ് സ്റ്റോക്ക് ഫീഡ് കംസ് ഫ്രം അഗ്രികൾച്ചർ. ലൈവ് സ്റ്റോക്കിന് വേണ്ടിയിട്ടുള്ള ഫീഡ് എന്ന് വെച്ചാൽ തീറ്റ. ലൈവ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ കന്നുകാലിക്കുള്ള തീറ്റ കംസ് ഫ്രം വരുന്നു. എവിടെ നിന്ന്? ഫ്രം അഗ്രികൾച്ചറിൽ നിന്ന്, കൃഷിയിൽ നിന്ന്. അപ്പോൾ കന്നുകാലിക്ക് വേണ്ടുന്ന തീറ്റ വരുന്നത് എവിടെ നിന്നാണ്? ഫ്രം അഗ്രികൾച്ചറിൽ നിന്ന് അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന്. അപ്പോൾ ലൈവ് സ്റ്റോക്ക് ഫീഡ് കംസ് ഫ്രം അഗ്രികൾച്ചർ. കന്നുകാലികൾക്കുള്ള തീറ്റ വരുന്നത് അഗ്രികൾച്ചറിൽ നിന്നാണ്, കൃഷിയിൽ നിന്നാണ്. അടുത്തത് മാന്യൂർ റിക്വയർഡ് ഫോർ അഗ്രികൾച്ചർ ഈസ് ആൾസോ ഒബ്റ്റെയിൻഡ് ഫ്രം ലൈവ് സ്റ്റോക്ക്. എന്നാൽ മാന്യൂർ, വളം അല്ലെങ്കിൽ ഫെർട്ടിലൈസർ എന്ന് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ മാന്യൂർ റിക്വയർഡ് ഫോർ അഗ്രികൾച്ചറിന് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള മാന്യൂർ, വളം ഈസ് ആൾസോ ഒബ്റ്റെയിൻ ചെയ്യുന്നു, കിട്ടുന്നു. എവിടെ നിന്ന്? ഫ്രം ലൈവ് സ്റ്റോക്ക്. ഈ പറയുന്ന ലൈവ് സ്റ്റോക്കിൽ നിന്ന്, കന്നുകാലികളിൽ നിന്ന് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള മാന്യൂർ ലഭ്യമാകുന്നു. അടുത്തത് നോക്കിയോളൂ. കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ്, തോട്ടവിള. ഒന്നാമത്തെ പോയിന്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് റിലേറ്റീവ്ലി ലോ. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് റിലേറ്റീവ്ലി ലോ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലോ ആണ്, കുറവാണ്. രണ്ടാമത്തെ പോയിന്റ്, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. വളരെ വൻതോതിലുള്ള ഉൽപ്പാദനം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് റിലേറ്റീവ്ലി ലോ. പ്രൊഡക്ഷൻ കോസ്റ്റ് ലോ ആണ്, കുറവാണ്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, വളരെ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഏതാണ് നമ്മൾ പറയുന്നത്? പ്ലാന്റേഷൻ ക്രോപ്സ്, തോട്ടവിള. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ടീ, കോഫി, ഇതൊക്കെ തോട്ടവിളയ്ക്ക് എക്സാമ്പിളാണ്. വേറെയും കുറേ ഉണ്ട്, അപ്പോൾ അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഈ 2 പോയിന്റ് പറഞ്ഞു. ഇനി ഒരു 2 പോയിന്റ് നമുക്ക് ആഡ് ചെയ്യണം അല്ലേ? അതേതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ലോങ് ടേം ഇൻകം. ദീർഘകാലം നമുക്ക് പ്രതിഫലം ലഭിക്കുന്നു, ഇൻകം ലഭിക്കുന്നു, വരുമാനം ലഭിക്കുന്നു. ഒരു പ്രാവശ്യം നമ്മളിതിനെ നട്ടുപിടിപ്പിച്ചാൽ ദീർഘകാലം നമുക്ക് അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നു. ആവശ്യമായിട്ടുള്ള കുറച്ചൊക്കെ വളം ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കതിൽ നിന്ന് വരുമാനം ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. ടീ അങ്ങനെയല്ലേ? തേയില ഒരു പ്രാവശ്യം വെച്ച് പിടിപ്പിച്ചാൽ അതിൻ്റെ ആ മുകളിലുള്ള തളിരില ഇങ്ങനെ നുള്ളിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ കുറേ നാൾ ഈ തേയിലച്ചെടി ഇങ്ങനെ പോകില്ലേ? അതുപോലെ റബ്ബർ വേറൊരു പ്ലാന്റേഷൻ ക്രോപ്പാണ്. അതും ഇതേപോലെ അല്ലേ? ഒരു പ്രാവശ്യം വെച്ച് പിടിപ്പിച്ചാൽ കുറേ വർഷം നമുക്ക് റബ്ബർ വെട്ടി അതിൽ നിന്ന് പാല് ലഭിക്കും അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ലോങ് ടേം ഇൻകം, ദീർഘകാലം നമുക്ക് ഇൻകം ലഭിക്കുന്നു. അടുത്ത പോയിന്റ്, കൾട്ടിവേറ്റഡ് ഇൻ ലാർജ് ഏരിയാസ്. ഒരു വലിയ ഏരിയയിൽ, വളരെ വലിയ ഏരിയയിലാണ് നമ്മളിത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഒത്തിരി സ്ഥലം വേണം ഇത് കൾട്ടിവേറ്റ് ചെയ്യാൻ. അപ്പോൾ ലാർജ് ഏരിയയിലാണ് ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, ഇത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ലാർജ് ഏരിയയിൽ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ പോയിന്റ്, കൾട്ടിവേറ്റഡ് ഇൻ ലാർജ് ഏരിയാസ്. അപ്പോൾ പ്ലാന്റേഷൻ ക്രോപ്സ് ഇത്രയേ ഉള്ളൂ. അടുത്തത് കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്സ്യൽ ക്രോപ്പ്, വാണിജ്യവിളയുടെ കൾട്ടിവേഷൻ. അതെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഒന്നാമത്തത്, ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്. അതായത് നമ്മൾ ഒരുപാട് മൂലധനം നിക്ഷേപിക്കേണ്ടി വരും. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മൂലധനം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സംഗതി തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ മുടക്കുന്ന പൈസയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഹൈ ആയിട്ടുള്ള ക്യാപിറ്റൽ, വളരെ ഉയർന്ന മൂലധനം ഇൻവെസ്റ്റ് ചെയ്യണം.
മനസ്സിലായോ? അപ്പോൾ കൊമേഴ്സ്യൽ ക്രോപ്പിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഉയർന്ന മൂലധനം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. രണ്ടാമത്തെ പോയിന്റ് പ്രൊവൈഡ്സ് റോ മെറ്റീരിയൽസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് ആ റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് അല്ലെങ്കിൽ കൾട്ടിവേഷനാണ് കൊമേഴ്സ്യൽ ക്രോപ്പിൻ്റെ കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ കൊമേഴ്സ്യൽ ക്രോപ്പിന് എക്സാമ്പിൾ ഷുഗർ കെയിൻ. ഈ ഷുഗർ കെയിൻ എന്ന് പറയുന്നത് പഞ്ചസാര ഉണ്ടല്ലോ, നമ്മുടെ ഷുഗറിൻ്റെ റോ മെറ്റീരിയലാണ്. അപ്പോൾ ഷുഗർ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയലാണ് ഷുഗർ കെയിൻ. അപ്പോൾ കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്സ്യൽ ക്രോപ്പ് ഏതൊക്കെയാണ്? ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. വളരെ ഉയർന്ന ക്യാപിറ്റൽ വേണം, ഉയർന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം. രണ്ടാമത്തത് പ്രൊവൈഡ്സ് റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. റോ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ഷുഗർ കെയിനാണ് ഷുഗറിൻ്റെ റോ മെറ്റീരിയൽ. അപ്പോൾ പ്രൊവൈഡ്സ് റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ 2 പോയിൻ്റാണ് കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്സ്യൽ ക്രോപ്സിൽ വരുന്നത്. ഇനി 2 പോയിൻ്റ് നമുക്ക് ആഡ് ചെയ്യണ്ടേ? അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത് വളരെ വലിയ അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ വൻതോതിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. വൻതോതിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പറയുന്ന റോ മെറ്റീരിയൽസ് ഇല്ലേ, കൊമേഴ്സ്യൽ ക്രോപ്പ്, അത് വൻതോതിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. കാരണം ഈ പഞ്ചസാരയൊക്കെ നിർമ്മിക്കുന്നത് കുറച്ച് ഇപ്പോൾ ഒരു വീട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, നമുക്ക് പിന്നെ വിപണിയിലൊക്കെ വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചാക്ക് കണക്കിന് നമുക്ക് പഞ്ചസാര പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ചാക്ക് കണക്കിന് നമുക്ക് പഞ്ചസാര പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ചാക്ക് കണക്കിനല്ല, ഒരുപാട് വേണം? ഷുഗർ കെയിൻ വേണം. എങ്കിലേ നമുക്ക് ചാക്ക് കണക്കിന് പഞ്ചസാര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് വേണ്ടത്? ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വളരെ വൻതോതിലുണ്ട് വേണം. അതാണ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. രണ്ടാമത്തത് യൂസേഴ്സ് മോഡേൺ ടെക്നോളജി. ഇവിടെ നമ്മൾ മോഡേൺ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്താണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. യൂസേഴ്സ് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്താണ് ഇവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത്. ഇത് രണ്ടുമാണ് കൊമേഴ്സ്യൽ ക്രോപ്പിൻ്റെ മറ്റു 2 ഫീച്ചേഴ്സ്. മനസ്സിലായല്ലോ? കുറച്ച് സിമ്പിൾ സെൻറ്റൻസിലാണ്, വളരെ വലിയ സെൻറ്റൻസും വലിച്ച് നീട്ടി പരത്തി അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. വളരെ സിമ്പിൾ സെൻറ്റൻസിലാണ് ഇത് ഓരോന്നും എഴുതിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും കുറച്ച് എളുപ്പം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു.